പ്രശസ്ത സംവിധായകൻ ശ്രീ രഞ്ജിത്ത് സംവിധാനം ചെയ്ത കേരള കഫ എന്ന ചിത്രം നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. എങ്കിലും 10 വ്യത്യസ്തരായ ഡയറക്ടർമാരെ കൊണ്ട് സംവിധാനം ചെയ്തൊരു ചിത്രമായിരുന്നു കേരള കഫേ. ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഒരു കോമഡി കഫേയാണ്. അതായത് മലയാളത്തിൻ്റെ വ്യത്യസ്ത ധ്രുവങ്ങളിലിരിക്കുന്ന സംവിധായകർ ഒരേ ഒരു തീം, ഒരു ആള് വീട്ടിൽ പോയി കല്യാണാവകാശം ചോദിക്കുന്ന തീം സംവിധാനം ചെയ്താൽ എങ്ങനെയായിരിക്കും നോക്കാം. ആദ്യമായിട്ട് ഈ ചിത്രം സംവിധാനം ചെയ്ത് മലയാളത്തിൻ്റെ യശസ് വാനോളം ഉയർത്തിയ അടൂർ ഗോപാലകൃഷ്ണൻ, അതായത് അവാർഡ് ഗോപാലകൃഷ്ണനാണ് ഈ സിനിമ ആദ്യം സംവിധാനം ചെയ്തത്. സംവിധാനം അവാർഡ് ഗോപാലകൃഷ്ണൻ, സംഭാഷണം തീരെയില്ല, സംഘടനം അവാർഡിന് വേണ്ടി മാത്രം, ഗതാഗതം കാളവണ്ടി 5, നിർമ്മാണം പ്രമാണം പറയുന്ന 4 പെങ്ങന്മാർ. മോനെ, ഇതാണ് പെണ്ണിന്റെ വീട്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത, പരസ്പര സംസാരത്തിനിടയിൽ മിനിമം 1 മണിക്കൂറിനെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിരിക്കും. കേട്ടോ, രാവിലെ 10 മണിക്ക് ചായ വേണമോ കാപ്പി വേണമോ എന്ന് ചോദിച്ചതാ. ഇപ്പൊ നീ എത്രയായി? 12. 2 മണിക്കൂർ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ചായ മതി എന്നുള്ള മറുപടി വന്നത്. ഇപ്പൊ ഈ വീടിനെ കുറിച്ച് മനസ്സിലായില്ല. മനസ്സിലായി എന്നോ? ഇതാണ് തന്ത. ആരാ? മനസ്സിലായില്ല. ഞാൻ ചെറുക്കനെയും കൊണ്ട് വന്നതാ പെണ്ണ് കാണിക്കാൻ. എവിടെന്നാ? അങ്ങ് ദൂരേന്നാ. ദൂരേന്ന് വച്ചാ? അക്കരേന്ന്. അക്കരേന്ന് വച്ചാ? ഇക്കരേന്ന്. അല്ല, മോള്. സ്മോളില്ല. ഷാപ്പിൽ പോവും, ഒരു കുപ്പി കുടിക്കും, പിന്നെ വാവ്, ഫ്ലാറ്റ്, ഓഫ്. അപ്പോ ഒരു വെടിക്ക് 3 വട്ടി. സ്മോളല്ല, മോളില്ലേ അകത്ത്? മോളെ പത്മാവതി. കണ്ണി 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 കണ്ണി. ഞാനാണോ? അല്ല, ഈ കഞ്ഞി മോദിക്കോ. നല്ല കേട്ടാണല്ലോ. ഇഷ്ടമായോ? ഇഷ്ടമായി. ഏതാ അരി? കുത്തരിയോ റേഷനരിയോ? അതല്ല, മോളെ ഇഷ്ടമായോ? ഇഷ്ടമായി. എപ്പോഴും ഈ വേഷത്തിലാണോ നടപ്പ്? അല്ല, ഇത് കോളേജിൽ പോകാനിട്ടതാ. ഏത് കോളേജിലാ പോകുന്നേ? മെഡിക്കൽ കോളേജിലാ. അവിടെ തൂപ്പാ പണി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, 3 പെങ്ങന്മാർ. അച്ഛൻ ഡിസ്കവറി. എന്ന് വെച്ചാ? കണ്ടുപിടിക്കണം. അറിയില്ല. വീട്ടുപേര്? ഒതലപ്പറമ്പി. അമ്മയുടെ പേര്? രജനി അമ്മ. ബസ് സ്റ്റാൻഡിന്റെ പിറകി. എന്നാൽ ഇന്നു മുതൽ നിങ്ങൾക്ക് 3 അല്ല 4 പെങ്ങന്മാർ. അപ്പോ നിങ്ങൾ ഡിസ്കവറി അച്ഛൻ. അപ്പോ എനിക്ക് ഇന്നു മുതൽ